Hey, super! Wow! നെക്സ്റ്റ് അമ്മ അച്ഛനും. Hey, no way. അമ്മ അച്ഛനും വന്നേ. എന്നെ കൊണ്ട് പറ്റില്ല ഉണ്ണി. എല്ലാരും എൻജോയ് ചെയ്യണമെന്ന് അച്ഛൻ പറഞ്ഞേ. ഇന്ന് ആരും നോന്ന് പറയാൻ പാടില്ല അമ്മേ. ഞങ്ങളെ രണ്ടുപേരും ഡാൻസ് കളിച്ചില്ലേ, ഇനി നിങ്ങളും കളിക്കണം. അതെ അതെ അത് തന്നെ വേണം. കളിച്ചേ പറ്റൂ. കളിക്കണം. കുട്ടികൾ ചോദിച്ചു, മുതിർന്നവർ ഓർഡർ ഇട്ടു. അപ്പൊ നമുക്ക് തുടങ്ങിയാലോ? സൂപ്പർ സൂപ്പർ സൂപ്പർ. പറ്റുമോ? ഇതുവരെ ശരിയായില്ല മമ്മി. എന്നാ എത്രയും പെട്ടെന്ന് നടക്കും. എല്ലാവരും എന്തോ ഡാൻസ് പ്രോഗ്രാം നടത്തുന്നത് പോലെ ഉണ്ടല്ലോ. അതെ സിസ്റ്റർ, സിസ്റ്റർ ഡാൻസ് കളിക്കുന്നോ? എനിക്ക് ഡാൻസിലൊന്നും താല്പര്യമില്ല സിസ്റ്റർ. ഡാൻസ് ചെയ്യിക്കാനേ അറിയൂ. രാജു, കാർത്തികയുടെ അമ്മയ്ക്ക് കഴിക്കാൻ എന്തെങ്കിലും കൊണ്ടുപോകാം. ശരി സാർ. ബേബി വലിയ ഹാപ്പിയാണെന്ന് തോന്നുന്നല്ലോ. അവള് ഭയങ്കര സന്തോഷത്തിലാ സിസ്റ്റർ. അവള് വല്ലാതെ മാറിപ്പോയി. സിസ്റ്ററിന്റെ പ്ലാൻ എല്ലാം തകിടം മറിഞ്ഞു. ഡിവോഴ്സും കിട്ടില്ല, ജീവനാംശവും കിട്ടില്ല. കിട്ടാതെ എവിടെ പോവാനാണെന്നേ. ഡിവോഴ്സും ജീവനാംശവും ഒക്കെ വാങ്ങാനല്ലേ ഞാൻ വന്നിരിക്കുന്നേ. നെക്സ്റ്റ് ആരാ ഡാൻസ് കളിക്കാൻ പോകുന്നേ? ചെറിയമ്മേ ചെറിയച്ഛനും.
you feel it when you're by my side? Innekana വാവ് അടുത്തത് ഉണ്ണിയും അനുവും ഡാൻസ് ചെയ്യും. ഞങ്ങള് പിന്നെ കളിച്ചോളാം വല്യച്ഛാ. ഇപ്പൊ തന്നെ കളിക്ക്. ഇനി ആരാ ഡാൻസ് കളിക്കാൻ ബാക്കിയുള്ളേ? ഇവിടെ ഞാനുണ്ടല്ലോ, ഞാൻ ഡാൻസ് ചെയ്യല്ലോ. നിങ്ങൾ ഡാൻസ് കളിക്കോ? അതോ ഈ പ്രായത്തില്? ആ, ആ, എന്താ എന്റെ പ്രായത്തെ പറയുന്നേ? അതിന് എനിക്ക് ഒരുപാട് വയസ്സൊന്നും ആയില്ലല്ലോ. ഓക്കെ ഇളയമ്മേ, കുട്ടികൾക്ക് ശേഷം ഇളയമ്മയുടെ പെർഫോമൻസ്. ആ, ഈ വിഷം കലർന്ന ജ്യൂസ് അബിയും വസുവിനെയും കുടിപ്പിക്കണം. അതോടെ അവരുടെ കഥ കഴിയും. ഛേ, ഇതും മിസ്സായല്ലോ. സോറി സാബ്. സാറേ, ഈ പ്ലാനും വേസ്റ്റായി പോയല്ലോ. ഇന്ന് രാത്രി തന്നെ ഞാൻ അബിയും വസുവിനെയും കൊന്നിരിക്കും. ആരെങ്കിലും ഒരാളെങ്കിലും കൊന്നിരിക്കണം. എങ്ങനെ? ശരി ഇളയമേ, കുട്ടികളുടെ ഡാൻസ് കഴിഞ്ഞു. ഇനി ഇളയമയുടെ ഊഴ. ആ, ആ ഇളയമേ, ഭൂകമ്പം ഉണ്ടാവുന്ന രീതിയിലൊന്നും കളിക്കല്ലേ. അങ്ങനെയൊന്നും സംഭവിക്കില്ലടാ. എനിക്കൊരു ഡ്യൂറ്റ് സോങ് ഇട്ടതാ. ഡ്യുവറ്റ് സോങ് എന്തിനാ? ജോഡി ഉണ്ടോ നിങ്ങക്ക്? ജോഡിയില്ലെങ്കിൽ എന്താ? ജോഡി ഉള്ളതായിട്ട് കരുതി ഞാൻ ഡാൻസ് ചെയ്യും. തേടി നിൽക്കുന്നു ഞാൻ തേടി നിൽക്കുന്നു ഞാൻ തേടി നിൽക്കുന്നു. ചമ്മാന ചപ്പല്ലോ ചമ്മാന ചപ്പല്ലോ ചമ്മാന ചപ്പല്ലോ ഒന്നായി ഇന്നെന്റെ ഇമ്പമായി വന്നാൽ ചേരുള്ള ചീടുങ്ങുന്ന മാരി പോലെ ഇന്ന് പാറിപ്പോവതെങ്ങ് ഒരു മയിലാട്. ചമ്മാന ചപ്പല്ലോ ഒന്നായി ഇന്നെന്റെ ഇമ്പമായി വന്നാൽ ചേരുള്ള ചീടുങ്ങുന്ന മാരി പോലെ ഇന്ന് പാറിപ്പോവതെങ്ങ് ഒരു മയിലാട്. എന്നിനി നീയുണ്ടോ അന്നിനി ഞാനുണ്ട് എന്നും നീ എനിക്ക്. ജോർസെ ജോർസെ ജോർ ജോർ ജോർസെ ബാർസെ ബാർസെ ബാർ ബാർ ബാർസെ ജോർസെ ജോർസെ ജോർ ജോർ ജോർസെ ബാർസെ ബാർസെ ബാർ ബാർ ബാർസെ ജോർസെ ജോർസെ ജോർ ജോർ ജോർസെ ബാർസെ ബാർസെ ബാർ ബാർ ബാർസെ. നീ എന്നെ പച്ചമരാതി മന്മഥരാഗം തേടില്ലേ. പവർ കട്ട് ചെയ്തിട്ട് ഈ കത്തി കൊണ്ട് അബിയും വസുവിനെയും കുത്തിക്കൊല്ലണം.
പെട്ടെന്ന് എന്തായിട്ടാ കറണ്ട് പോയത്? പുതുവർഷത്തെ വെൽക്കം ചെയ്യാൻ വേണ്ടി പവർ സപ്ലൈ ഓഫ് ചെയ്തിട്ട് കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് തോന്നുന്നത്. ന്യൂ ഇയറിനൊക്കെ ഇനി ഒരുപാട് സമയമില്ല അബി. ഇത്രയും നേരത്തെ പവർ കട്ട് ചെയ്യോ? ക്യാൻഡിൽസ് എവിടെയാണെന്ന് നോക്കട്ടെ. നിങ്ങൾ ഇരുട്ടത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണ്ട, അവിടെ തന്നെ ഇരുന്നാൽ മതി, ഞാൻ പോയി നോക്കാം. എന്താ ഇത് മെയിൻ സ്വിച്ച് ഓഫ് ചെയ്തേക്കുന്നു? ഏട്ടാ, അവിടെ എങ്ങോട്ടാ പോകുന്നേ? ഇവിടെ എന്തോ സൗണ്ട് കേട്ടതുപോലെ തോന്നി. ആരോ എന്റെ പുറകെ നിന്നതുപോലെ. ഇരുട്ടത്ത് നടക്കുമ്പോ അങ്ങനെയൊക്കെ തോന്നും. ഇങ്ങോട്ട് വാ. അച്ഛാ, കറണ്ട് തനിയെ പോയതൊന്നുമല്ല, ആരോ മെയിൻ സ്വിച്ച് ഓഫ് ചെയ്തിരിക്കുകയായിരുന്നു. പുതിയതായിട്ട് ആരെങ്കിലും നമ്മുടെ വീട്ടിലേക്ക് വന്നോ? നമ്മളെല്ലാരും വീടിനകത്തല്ലേ ഉള്ളത്, പിന്നെ ആര് വരാനാ? അപ്പൊ മെയിൻ സ്വിച്ച് ഓഫ് ചെയ്തത് ആരാ അമ്മേ? എല്ലാവരും ഒരുമിച്ചല്ലേ ഇരുന്നത്, പിന്നെ ആര് പോയി ഓഫ് ചെയ്യാനാ? വോൾട്ടേജ് കൂടിയപ്പോ ട്രിപ്പ് ആയതാകും. ഏട്ടൻ വാ, സമയം പോകുന്നു. വാ. വീണ്ടും മിസ്സായല്ലോ. ഹാപ്പി ന്യൂ ഇയർ അച്ഛാ. പുഞ്ചിരിക്കെ പുഞ്ചിരിക്കെ ചുണ്ടിൽ തുല്ലാന, കണ്ടിരിക്കെ കണ്ടിരിക്കെ കണ്ണിൽ തുല്ലാന, കേട്ടിരിക്കെ കേട്ടിരിക്കെ താളം തുല്ലാന, തുല്ലാന തുല്ലാന.
ഹാപ്പി ന്യൂ ഇയർ മമ്മി. ഹാപ്പി ന്യൂ ലൈഫ് ബേബി. ഈ പുതുവർഷത്തിൽ നീ ഒരുപാട് പുതിയ കാര്യങ്ങൾ അറിയും. എന്ത് പുതിയ കാര്യങ്ങൾ മമ്മി? അതൊക്കെ എന്തിനാ ഞാൻ പറയുന്നേ? കുറച്ചു നേരം കഴിയുമ്പോ നീ തന്നെ കാണുമല്ലോ. അച്ഛാ, കേക്ക് കട്ട് ചെയ്താലോ? ഞാൻ റെഡി തന്നെയാ. അനു, നീയും ചേട്ടനും കൂടെ ചേർന്ന് കേക്ക് കട്ട് ചെയ്യണം. എന്റെ രാജി എവിടെയാ? ഉടനെ പോയിട്ട് വിശ്വസ് പറയണം. ഹാപ്പി ലവ് ഇയർ രാജ. രാജ എനിക്ക് കേക്ക് എടുത്ത് തന്ന് എന്നോട് വിശ്വസ് പറയണം. ഹാപ്പി ലവ് ഇയർ. ഈ വർഷം നമ്മുടെ കല്യാണം നടക്കണം രാജ. പെട്ടെന്ന് അങ്ങോട്ട് പോയേ. നിങ്ങൾ ഇവിടെ നിന്നാൽ സംശയം തോന്നും. ശരി രാജ. അവളും അവളുടെ ഒരു പ്രേമവും. ഞാൻ അവരെ കൊല്ലാൻ വന്നിരിക്കുക. അതിനു മുമ്പ് ഇവളെന്നെ കൊല്ലുവോ? ഇപ്പൊ നിങ്ങൾ എല്ലാവർക്കും ഒരു സർപ്രൈസ് ഉണ്ട് കേട്ടോ. നല്ലൊരു ഷോക്കും ഉണ്ട്. ഏട്ടനും ഞാനും ചേർന്ന് ഒരു സർപ്രൈസ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. എന്താ ചേച്ചി അത്? കഴിഞ്ഞ വർഷം നമുക്ക് സന്തോഷവും ദുഃഖവും നിറഞ്ഞ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിരുന്നു. അതെല്ലാം ഒന്നുകൂടെ ഓർമ്മിപ്പിക്കാനായിട്ട് ചില ഫോട്ടോസും വീഡിയോസും ഒക്കെ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ അതൊക്കെ കാണാൻ പോവുകയാണ്. ആ, ഇതെപ്പോഴാട്ടാ പ്ലാൻ ചെയ്തേ? നിങ്ങളൊന്നും അറിയാതെ പ്ലാൻ ചെയ്തതാ അബി. നിങ്ങളാരും അറിയാതെ ഞാനും ചിലത് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ശരി, പ്ലേ ചെയ്യ്, കാണട്ടെ. ആദ്യം എല്ലാവരും ഇരിക്കേ. ഒരു കോടി മംഗളം വരമരുളി മകരന്ദ ബിന്ദുവായി പ്രിയ നിമിഷം. ഒരു 100 പൊൻതിരിക്കണി വിളക്കായി ഒരു സൂര്യമാനസം കളമെഴുതി. ഒരു സ്നേഹസാഗരം തിരയിളകി മധുരോപഹാരമായി സ്വരമൊഴുകി. ഇത് പുണ്യമുണർന്ന സുവർണ ദിനം. ഒരു കോടി മംഗളം വരമരുളി മകരന്ദ ബിന്ദുവായി പ്രിയ നിമിഷം. രാഷ്ട്രീയമൊക്കെ മാറ്റിവെച്ച് മനസാക്ഷിയോട് കൂടി ഞങ്ങൾക്ക് അനുകൂലമായ വിധി പറഞ്ഞു. അന്ന് നിങ്ങൾ റിക്വസ്റ്റ് ചെയ്തത് കൊണ്ടാണ് ഞാൻ 1 മാസത്തെ കാലാവധി അനുവദിച്ചത്. ഇത് നിയമവിരുദ്ധമാണെങ്കിലും നിങ്ങളുടെ കുടുംബം ഒന്നാകണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. അഖിലിന് ഇംപ്രൂവ്മെന്റ് ഉണ്ടോ? നടക്കാൻ തുടങ്ങിയോ? ഇതുവരെ ഇല്ല മാഡം, പക്ഷെ ഉറപ്പായും വേഗം നടക്കും. ഈ വീഡിയോ ചേച്ചിയുടെ കയ്യിൽ എങ്ങനെയാ വന്നേ? എനിക്കറിയില്ല വസു.
ഇത് ഞങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടില്ല വസു. ഞാനാ ചെയ്തേ. ആ വീഡിയോ എടുത്തത് ഞാനാ. ഇപ്പോഴാ ആരും അറിയാതെ ഞാനത് പ്ലേലിസ്റ്റിൽ ആഡ് ചെയ്തത്. അത് ഒറിജിനൽ വീഡിയോ ആണോ മമ്മി? അതെന്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ട് ഞാൻ തന്നെ എടുത്ത വീഡിയോ. അപ്പോ ജഡ്ജി മാഡം വിധിച്ചതോ? കള്ളം. എല്ലാം ഈ വസുവിന്റെ നാടകമായിരുന്നു. ഇവള് പണം കൊടുത്ത് ജഡ്ജിയെ വിലയ്ക്ക് വാങ്ങി. അല്ല ചെറിയമ്മേ, പണം വാങ്ങിയിട്ടല്ല ആ ജഡ്ജി മാഡം വിധി പറഞ്ഞത്. അഖിലിനെയും കാർത്തികയും എങ്ങനെയെങ്കിലും ഒന്നിപ്പിക്കാനായിട്ട് ഞാൻ അവരോട് റിക്വസ്റ്റ് ചെയ്ത് മനസാക്ഷിയോടെ കൂടി അവർ തീരുമാനം പറഞ്ഞ്. ഇത് ഞാൻ വിശ്വസിക്കണോ? മനഃപൂർവ്വം നിങ്ങൾ എല്ലാവരും കൂടി ഒരു നാടകം കളിച്ചതായത്. ജഡ്ജി മാഡത്തിനോട് റിക്വസ്റ്റ് ചെയ്തത് ഞാൻ മാത്രമാണ് ചെറിയമ്മേ. അദ്ദേഹത്തിനും എനിക്ക് മാത്രമല്ലാതെ ഈ വിഷയം മറ്റാർക്കും അറിയില്ല. ഇത് വിശ്വസിക്കാൻ എനിക്ക് വട്ടൊന്നുമില്ല വസു. വസുന്ധര പറയുന്ന സത്യമാണ്. ഈ കാര്യം ഞങ്ങൾക്കല്ലാതെ മറ്റാർക്കും അറിയില്ല. എന്തിനാണ് ഇങ്ങനെ ചെയ്തത് അഭിയേട്ടാ? എന്ത് ചോദ്യ ബേബി? ഇവരുടെ സ്വത്ത് 4 വഴിക്ക് ആകാതിരിക്കാനുള്ള അടവ്. നിന്നെ എന്നേക്കുമായി ഇവരുടെ അടിമയായി നിർത്താൻ വേണ്ടിയിട്ടാണ്. നീയും അഖിലും ഒന്നിച്ചു ചേർന്നാൽ വിവാഹമോചനം ഉണ്ടാകില്ലല്ലോ. അപ്പൊ ജീവനാംശം കൊടുക്കേണ്ട ആവശ്യവുമില്ല. അങ്ങനെ ഇവരുടെ സ്വത്ത് സംരക്ഷിക്കാൻ വേണ്ടി നിന്റെ ജീവിതം നശിപ്പിക്കുമായിരുന്നു ബേബി. നിങ്ങൾ തെറ്റിദ്ധരിച്ചു വെച്ചിരിക്കുക. അഖിലും കാർത്തികയും ഒന്നിക്കണം എന്നുള്ള ഉദ്ദേശം മാത്രമല്ലാതെ ഞങ്ങൾക്ക് വേറെ തെറ്റായ ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നില്ല. നിനക്ക് അങ്ങനെ ഒരു ഉദ്ദേശമാണ് ഉണ്ടായിരുന്നെങ്കിൽ എന്റെ മോളെ എന്തിനാ ബ്ലാക്ക്മെയിൽ ചെയ്തേ? എന്റെ ബേബിയോട് എന്തിനാ അഖിലിനെ നോക്കാൻ വേണ്ടി പറഞ്ഞത്? ഈ വീട്ടിൽ എന്തൊക്കെയാ നടക്കുന്നതെന്ന് എനിക്ക് അറിയില്ലെന്നാണോ വിചാരിച്ചേ? എനിക്കെല്ലാം അറിയാം. ഈ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഞാനല്ലേ പറഞ്ഞു തരുന്നത്. അപ്പോ സ്വത്തിനു വേണ്ടി നിങ്ങൾ എന്നെ പറ്റിച്ചതാണല്ലേ? ഇത്രയും നാളും നിങ്ങൾ എന്നോട് കാണിച്ച സ്നേഹം കള്ളമായിരുന്നല്ലേ? എല്ലാം നാടകമായിരുന്നോ? ഇതെല്ലാം അഭിനയമായിരുന്നു.